ഒരു കഷ്ണം പോലും തൊട്ടില്ല. അതായത് ഇന്ത്യയിലെ ഈ രാജ്യത്തെ ഏറ്റവും ആദ്യത്തെ തെരുവുനായ ഇല്ലാത്ത പഞ്ചായത്താക്കി രായമംഗലം പഞ്ചായത്തിനെ നിലനിർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ചും ചിന്തിച്ചും വളരെ ഉത്തരവാദിത്തോടു കൂടി നമ്മൾ കാര്യങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രായമംഗലത്തും വളയഞ്ചെറിങ്ങരയും ഇതിപ്പോൾ ജനത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കുക എന്നുള്ളതല്ല എൻ്റെ വിഷയം. ജനം ഇതുപോലെ ചെയ്യാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ പത്രത്തിൽ വരാനോ ടി വിയിൽ വരാനോ വേണ്ടിയിട്ടൊന്നുമല്ല. ഇത് ആൾക്കാരുടെ ഭയം മാറണം. ഇപ്പോൾ പട്ടീനെ കൊന്നാൽ എന്ത് സംഭവിക്കും, നമുക്ക് ഉപദ്രവകാരികളെ നായ്ക്കളെ കൊന്നാൽ എന്ത് സംഭവിക്കും, അതിനെ ഭയപ്പെടേണ്ട എന്നുള്ളൊരു സാഹചര്യം ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ആൾക്കാർ എന്നോട് പറയും, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവരോട് പറയും, ഇവിടെ നായുണ്ട്, നായയുടെ ശല്യമുണ്ട്, ഞങ്ങൾ കടിക്കാൻ പറ്റും, കൊച്ചിനെ ഓടിച്ചു വരാവോ എന്ന് പറയുമ്പോൾ നമ്മൾ ചെല്ലണം. നായ കൊല്ലം ആയുർവേദ മരുന്ന്, അതിൻ്റെ അകത്ത് വേറെ കെമിക്കലോ ഇങ്ങനെയുള്ള ഒരു പരിപാടിയില്ല. അതായത് വെറും സിമ്പിളായിട്ട് പറഞ്ഞാൽ കാഞ്ഞിരത്തിൻ്റെ തൊലി, നല്ല മൂത്ത കാഞ്ഞിരത്തിൻ്റെ തൊലി ഇഷ്ടംപോലെ ജോലിക്കാരുണ്ട്, അവർ പറിച്ചുകൊണ്ട് തരും, പല സ്ഥലത്തുനിന്ന് പലരും കൊണ്ടുതരും. ആ തൊലി ഇടണ്, ഇറച്ചിട്ട് വേവിക്കണം, അതും പണി ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്യാൻ തയ്യാറുണ്ട്. അവർ തന്നെ വേവിക്കണം, അവർ തന്നെ കൊണ്ടിട്ട് കൊടുക്കണം. പ്രശ്നക്കാർ പട്ടികൾ വന്ന് കടിക്കും, തിന്നും. അതിപ്പോൾ അനാസിന് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് ഒരെണ്ണം കഴിച്ചാൽ പനിക്ക് നല്ലതാണ്, കൂടുതൽ കഴിച്ചാൽ മനുഷ്യനാണെങ്കിൽ കുഴപ്പമാണ്. അത് തന്നെ ഇതിൻ്റെ അകത്തും ഈ പ്രശ്നമുള്ള പട്ടികളാണ് ഈ സൈസ് ഇറച്ചിയുടെ പുറകെ നടക്കുന്നത്, ആർത്തി കാണിക്കണം ഇറച്ചിയോട് കഴിക്കാൻ. അത് കൂടുതൽ കഴിച്ച് ചിലപ്പോൾ ചത്തു വന്നിരിക്കും. ഈ കാഞ്ഞത്തിൻ്റെ തിന്ന പട്ടി മാത്രമേ ചാവുള്ളൂ, നമ്മൾ വേറെ ജീവികൾക്കൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ആവശ്യമില്ല, അവരെ കൊണ്ട് നമുക്ക് യാതൊരു ഉപദ്രവമില്ല. നമ്മളതിനെ പരീക്ഷണം നടത്താനൊന്നും പോയിട്ടില്ല. ഇതിപ്പോൾ നമ്മളോട് പലരും പറഞ്ഞു, ഒരു വൈദ്യം പറഞ്ഞു ഇങ്ങനെ ചെയ്യും, ഒരു കുഴപ്പമില്ല. ഇന്നലെ തുടങ്ങിയതാണല്ലോ? അല്ല, ഇത് കുറച്ച് ദിവസങ്ങളായി തുടങ്ങി. ഏകദേശം ഇപ്പോൾ എത്ര പട്ടി കൊന്നുണ്ടോ? 10-300 മോളെ ചത്തുണ്ടാവും. നമ്മൾ നോക്കണ ലിസ്റ്റ് എടുക്കണില്ലല്ലോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പട്ടി മരുന്ന് കൊടുക്കണു, സാധനം കൊടുക്കണു, പട്ടി എടുത്തിട്ട് പോകണു. പിന്നെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പട്ടി പൊതുജനങ്ങൾക്ക് ശല്യമില്ല, എവിടെ കിടന്ന് ചത്താലും ശല്യമില്ല. കാരണം റോട്ടിൽ കിടന്ന് ചാവില്ല. പട്ടി മരുന്ന് എടുത്ത പുള്ളിയിൽ കാട്ടിലും പോയി നിന്ന് ചാവും. അത് ഉപദ്രവകാരികൾ നായ്ക്കളല്ലാണ്ട് വേറെ ഒരു പട്ടിയിട്ട് ചാവില്ല, ആയിട്ട് തിന്നാനും വരില്ല, ഈ ഇറച്ചിട്ട് തിന്നുമില്ല. ഇറച്ചിയോട് അധികമായ ആഗ്രഹമുള്ള നായ്ക്കളാണ് ഈ വിഷം ഇട്ട് ഭയങ്കര കയ്പാ സാധനത്തിന്. ഇത്രയും കയ്പുള്ളൊരു സാധനം ഇറച്ചിയോട് അത്രയ്ക്ക് അർത്ഥമുള്ള പട്ടികളായി ഈ പട്ടിയാണ് ഈ കടിക്കണേ. ഇപ്പോൾ അല്ലാണ്ട് റോട്ടിൽ കൂടെ കാണുന്ന പട്ടീനെ കുടുക്കിട്ട് പിടിച്ച് തല്ലി കൊന്നിട്ടോ പിടിച്ചു കഴിഞ്ഞാൽ യാതൊരു കാര്യമില്ല. അതിനുള്ള വിവരം ഈ നായ്ക്കളെ പിടിക്കുന്നവർക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളവർക്കും വേണം. എല്ലാ നായ്ക്കളും പ്രശ്നമല്ല, എല്ലാ നായ്ക്കളും വിഷയമാണെങ്കിൽ ഒരു ഒറ്റ ദിവസം കൊണ്ട് കേരളത്തിലുള്ള എല്ലാവരും പട്ടി അടിച്ചു വന്നേനെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2-3 ആൾക്കാരാണ് പ്രശ്നക്കാർ. അപ്പോൾ ആ പ്രശ്നക്കാരെ കണ്ടെത്തി ഈ പരിപാടി ചെയ്യണം. അത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഈ നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുക, ഏത് പട്ടിയാണ്, പട്ടിയുടെ സ്വഭാവം എന്നതാണ്, ഇന്ന രീതിയിലുള്ള പട്ടിയാണ് ആക്രമിക്കണത്, എല്ലാം നമ്മൾ അവർക്ക് പറഞ്ഞ് ക്ലാസ് എടുത്ത് കൊടുക്കണം. അവരത് ചെയ്യണം. നമ്മുടെ പരിപാടി എത്രയുള്ളൂ.
മസാലയൊക്കെ ഇടാൻ പറഞ്ഞിട്ട് കോഴിയുടെ കാല എടുക്കുന്നതാണ് എവിടെ ചെന്ന് എത്ര ഗംഗയിൽ കുളിച്ചാലും പാവം ചെയ്യുന്നത്. ഞാൻ സ്വപ്പം കഴിയുമ്പോൾ ഞാൻ ചെല്ലണ്ട എന്തെങ്കിലും ഞാൻ നിന്നെ വിളിക്കാം. അർജന്റ് അത്ര അർജന്റ് അല്ലല്ലോ. ആയിക്കോട്ടെ, ഞാനിപ്പോ അവിടെയല്ല, ഞാനിപ്പോ വളയഞ്ചിറക്കരയാണ്. നിങ്ങളവിടെ ഏത് കുര്യാസക്കാട് വെക്കട്ടെ 15 മിനിറ്റ് നിങ്ങളവിടെ നിൽക്കുന്നേ. നിങ്ങളെങ്ങനെ നിർത്തി വിളിച്ചു കഴിഞ്ഞാൽ നിനക്ക് അവിടെ നിന്ന് മൂത്രം കഴിഞ്ഞാൽ എന്ത് കുഴപ്പം? പുള്ളിക്ക് ആവേശം കയറി വരാനുള്ള ഫോട്ടോ എടുക്കുന്ന സിനിമ ടൗണാണ്. അതിന്റെ വിഷമം അല്ലേ? ഒരു മാറ്റി പിടിച്ചായിരുന്നു അവിടെ എന്തോ ഒരു പരിപാടിക്ക് വേണ്ടി പോയി പിടിച്ചിട്ടുണ്ടായിരുന്നു. ജോയി, അതെ, ഞാൻ ആൻ്റൻ്റെ കയ്യിലേക്ക് കൊടുക്കാം.